ബ്രിഗേഡിയർ മോഹനൻ പിള്ള എന്നോടൊപ്പം തുടരുന്നുണ്ട്. മോഹനൻ പിള്ള, ഈ സമീപകാലത്ത് നമ്മൾ ഇങ്ങനെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വലിയ വിപുലമായ ഒരു യുദ്ധം അങ്ങനെ കണ്ടില്ലല്ലോ. എന്ന് വെച്ചാൽ ഇത്രയും മറ്റു രാജ്യങ്ങൾ ഇൻവോൾവ് ആകുന്ന ഒന്ന്, അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇപ്പം ഹമാസിനെ അല്ലെങ്കിൽ ഗസയെ ആക്രമിക്കുന്നതൊക്കെ പറഞ്ഞാൽ വലിയ രാജ്യങ്ങൾ വന്ന് ചെറിയ ഗ്രൂപ്പുകളെ ആക്രമിച്ച് പോവുകയാണ്. ശരിയാണ്, റഷ്യ യുക്രൈൻ വാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇസ്രായേലും അമേരിക്കയും ഇറാൻ പ്രത്യാക്രമണത്തിന് തിരഞ്ഞെടുക്കുന്ന മറ്റു രാജ്യങ്ങൾ. സോ നമ്മളൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോവുകയാണോ? അത് സമീപകാലത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒന്നാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ എണ്ണ വാങ്ങലിൻ്റെ 70-80% കിടക്കുന്ന GCCയിലാണെന്ന് നമുക്കറിയാം. അത് ഹോർമൂസ് കടലിടുക്ക് വഴി വരണം. അവിടെയെല്ലാം ഇമ്പാക്ട് ചെയ്യുന്ന യുദ്ധമാണ്. സോ ഇത് ലോകത്തെ എങ്ങനെ ബാധിക്കാനാണ് പോകുന്നത്, മോഹനൻ പിള്ള? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അറ്റാക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ, ഇഫ് യു റിമെമ്പർ ലാസ്റ്റ് ഇയർ ഓൾസോ ജൂണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഈ ചെറിയ മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെ ഒരുപക്ഷെ ഇറാന് ഉള്ള ടാർഗറ്റ് ആയിരിക്കാമെന്ന് വിചാരിച്ച് നല്ല രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ് അന്ന് ഡിസ്കഷൻ നടന്നപ്പോൾ. പക്ഷെ ആ ഒരു ലെവലിലോട്ട് ഒരു കാരണവശാലും ഇറാൻ പോയില്ല, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഡീഎസ്കലേറ്റ് ആയി എന്ന് നമുക്ക് പറയേണ്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റും രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയും അമേരിക്കയുടെ തിട്ടൂരം ഇറാന്റെ മേൽ വരികയും കൂടെ ചെയ്തപ്പോൾ ഇറാന് വേറെ ഓപ്ഷൻ ഇല്ലാതെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള മൾട്ടിപ്രോങ് അറ്റാക്ക് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെ, ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളാണെങ്കിലും GDP കൂടിയിട്ടുള്ള ഈ രാജ്യങ്ങളെ, മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ വൺ വേ ഓർ അതർ വേ ലോകരാഷ്ട്രങ്ങളെ ഇത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ ഈ ഗൾഫ് കൺട്രീസ് എല്ലാം മറ്റുള്ള ലോകരാജ്യങ്ങളുമായി നല്ല രീതിയിൽ ഏത് ട്രേഡ് റിലേഷൻ ആണെങ്കിലും മറ്റുള്ള രീതിയിലും കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളെ എല്ലാം ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുവന്ന് ഈ അമേരിക്കയുടെ തിട്ടൂരത്തെ ഒഴിവാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്നത്. ആ പോളിസിയെ ഇറാന്റെ മുന്നിൽ നിലവിലുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഈ ഒരു ബിൽഡപ്പും ഇതുപോലെയുള്ള ഈ രീതിയിലുള്ള അറ്റാക്കുകളും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയും കാണേണ്ടത്, ഞാനത് ഫർദർ എസ്കലേഷൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. മേ ബി 2-3 days മോർ നല്ല രീതിയിൽ മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടായി എയർ സുപ്പീരിയോറിറ്റി, അഗൈൻ ഐ എം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്, അവരുടെ US-ന്റെയോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെയോ എയർ സുപ്പീരിയോറിറ്റി കാണിച്ച് മാക്സിമം മിസൈൽ വർഷിച്ച് ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ക്ലെയിം ചെയ്തു, ഞങ്ങൾ ഇറാന്റെ ഇൻസ്റ്റലേഷൻസ് തീർത്തു, അല്ലെങ്കിൽ ഇത്രയും കാഷ്വാലിറ്റി ആക്കി ആ ഒരു മാക്സിമം പ്രഹരം കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി മുതൽ സീസ് ഫയർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ ദീസ് മെനി ഡേയ്സ്, ഈ 4-5 days ക്രൂഷ്യലാണ്. അതിനോടകം ഇതുപോലെയുള്ള അറ്റാക്ക് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ കാര്യം കഷ്ടമാകും. അപ്പം മറ്റുള്ള രാജ്യങ്ങൾ ഇതിലോട്ട് അൺനെസസറി ആയിട്ട് വരുമ്പോൾ അതിലൊരു ഒരു ചെക്ക് ആണ് വേണ്ടത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും നോക്കാനില്ല. അവർക്ക് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇവരെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് US-ന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അസാസിനേഷൻ ഓഫ് ഖമേനിയാണ്. ആ ഖമേനിയെ എങ്ങനെ ഇല്ലാതാക്കി അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അമേരിക്ക വളരെയധികം സക്സസ് ആവും. അവരുടെ കോൺസെൻട്രേഷൻ മൊത്തം ആ ഒരു ആംഗിളിലാണ്. ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവുക, അതുപോലെ തന്നെ ഇറാനെ നിരായുധീകരിക്കുക, അവരുടെ ആ ഒരു വെപ്പൺ സിസ്റ്റം ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പം ഷോർട്ട് ടേമിൽ മാക്സിമം ഗെയിൻ എന്നുള്ള രീതിയിലാണ് ഈ US-ന്റെയും ഇസ്രയേലിന്റെയും പോളിസി. കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം പ്രഹരം നടത്തുക, എയർ സുപ്പീരിയോറിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ സൈബർ വാറും സൈഡ് ബൈ സൈഡായിട്ട് മുന്നോട്ട് പോവുക. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്നുള്ള ന്യൂസുകളും നെറ്റുകളെല്ലാം ഇല്ലാതാക്കുക, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നേരെ മറിച്ച് ചെറിയ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറിലോ UAE-യിലോ കുവൈറ്റിലോ ഒക്കെ ഇൻവേഷൻ കൂടുകയാണെങ്കിൽ അവിടെ നിന്നുള്ള ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയാകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കുണ്ടാവുന്ന എഫക്ട് എന്താണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ എത്താതിരിക്കട്ടെ എന്നാണ് നമ്മളുടെ ആഗ്രഹം. ആ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കൂടാഴികയില്ല. അങ്ങനെ എത്തുമ്പോൾ ഇതുവരെയും ഈ ജനറേഷൻ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വാർ ഇതിലോട്ട് ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ പശ്ചിമേഷ്യ മാറും എന്നുള്ള രീതിയിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള സിസ്റ്റംസ് ആണ് പോകുന്നത്. പക്ഷേ MCA നാസർ മിഡിൽ ഈസ്റ്റ്